ശ്രീമന്നാരായണീയം ദശകം 1 ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഓരോ അക്ഷരങ്ങളായിട്ട് പറയാം. സാന്ദ്രാനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അതാണ് ശ്ലോകം. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം സാന്ദ്രാനന്ദാവബോധാത്മകം. സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് വെച്ചാൽ ഇടമുറിയാത്ത ആനന്ദവും അറിവുമാകുന്ന സ്വരൂപത്തോടു കൂടിയതും. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അറിവാണ്, അത് ആനന്ദമാണ്. ഇടമുറിയാത്ത ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടു കൂടിയതും അനുപമിതം, സദൃശമായി മറ്റൊന്നില്ലാത്തതും, ഉപമിക്കാൻ മറ്റൊന്നില്ല. അങ്ങനെയുള്ള കാലദേശാവധിഭ്യാം നിർമുക്തം, കാലത്തിൻ്റെ അവധിയിൽ നിന്നും ദേശത്തിൻ്റെ അവധിയിൽ നിന്നും തീരെ വേർപെട്ടതും എന്ന് വെച്ചാൽ കാലദേശ അവസ്ഥകൾക്ക് അതീതമായത്. നിത്യമുക്തം, സുഖദുഃഖാദികളുടെ സംബന്ധം, അതായത് മായാബന്ധം ഒട്ടും തന്നെ സ്പർശിച്ചിട്ടില്ലാത്തതും. നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം, അനേകം ശ്രുതിവാക്യങ്ങളാൽ വളരെ നിശേഷമായി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നതും. അസ്പഷ്ടം, എന്നാലും അങ്ങനെ സ്പഷ്ടമല്ലാത്തതും. ദൃഷ്ടമാത്രേ പുനഃ, എന്നാൽ ഒന്ന് കണ്ടാൽ തന്നെ ഒരു പുരുഷാർത്ഥാത്മകം, അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നതുമായ തത് ബ്രഹ്മതത്വം, ആ പ്രസിദ്ധമായ പരബ്രഹ്മം എന്ന പരമാർത്ഥ വസ്തു ഗുരുപവനപുരേ താവത് സാക്ഷാത് ഭാതി, ഗുരുവായൂരിൽ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ വിളങ്ങുന്നു. ഹന്ത ജനാനാം ഭാഗ്യം. ഓ, ആളുകളുടെ എന്തൊരു ഭാഗ്യമാണ്. ഹന്ത, അത് ഒരു അതിശയോക്തിയോടുകൂടിയാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്. ഹന്ത ജനാനാം ഭാഗ്യം, ആളുകളുടെ എന്തൊരു മഹാഭാഗ്യമാണ്. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം.